ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ്സ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആസ് യൂഷ്വൽ. സോ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് മാമിൻ്റെ കൂടെ പുറത്തു പോയ വീഡിയോ ആണ്. അതായത് അമ്മയുടെ വീട്ടിലോട്ട് പോയ വീഡിയോ ആണ് ഞങ്ങൾ ലാസ്റ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ മാനസിയും പപ്പയും അവിടെ ഗൾഫിലുണ്ട്. മാനസയുടെ ക്ലാസ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാംസ് അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കിലാണ് ഇപ്പോൾ മാനസ്. അതാണ് വീഡിയോയിൽ കാണാതിരിക്കുന്നതും. പിന്നെ ഞാൻ നാട്ടിലായതുകൊണ്ടും അതാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരിക്കുന്നത്. സോ അപ്പം ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. എന്താ പറയുക, ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ കിട്ടുന്നില്ല. ഇത് എന്താണ്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ അമ്മ തന്നെ വരണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ, തുടക്കം കിട്ടുള്ളൂ. എനിക്കെന്ത് പറയുന്നത് വെച്ചാൽ, ഞങ്ങളുടെ ഒരു എവിടെ സ്ഥലം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് സസ്പെൻസ് ആയിട്ട് വെക്കണം. അത് അങ്ങനെയാണ്. കാരണം ഇനി വരുന്ന വ്ളോഗ്സിലൊക്കെ ആ സ്ഥലം കാണിക്കേണ്ടതാണ്. അപ്പം വ്ളോഗിലൂടെ ആ സ്ഥലം കണ്ടാൽ മതി, അതാണ് നല്ലത് കുറച്ചുകൂടെ. അപ്പം ഞങ്ങൾ ഒരു ക്ലൂ തരാം. ക്ലൂ അല്ല, ഞങ്ങളിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. കൊച്ചി ടു ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് അറിയാം. കൊച്ചിയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്, എയർപോർട്ടിലാണ് പോകുന്നത്. എന്തിനാ പോകണമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പറയാം, വഴിയേ പറയാം. സോ അപ്പം വണ്ടി വരുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്കൊരു 20 days ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റും, സോറി, 20 days ഒരു യാത്രയാണ്. മാക്സിമം 20 to 25 മേ ബി വരാം. അപ്പം ഇതത്രയും ഞങ്ങൾ ആഗ്രഹിച്ചൊരു യാത്രയാണ് ഞങ്ങളുടെ ലൈഫിൽ. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞങ്ങൾ വണ്ടി ഇപ്പോൾ വരും. എയർപോർട്ടിൽ പോകേണ്ടത് ആസ് യൂഷ്വൽ സുരേഷ് അങ്കിൾ തന്നെയാണ് ഡ്രൈവറല്ല, സോറി, ഞങ്ങളുടെ ബ്രദറാണ് കേട്ടോ. എൻ്റെ ബ്രദർ അമ്മയുടെ ബ്രദറായിട്ട് വരും. അപ്പോൾ സുരേഷ് അങ്കിളാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത് എയർപോർട്ടിലോട്ട്. അമ്മ അതപ്പോൾ അവിടെ എന്തോ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒതുക്കി വയ്ക്കാൻ വേണ്ടി പോയിക്കാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പം കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് വയ്ക്കാനുള്ളൂ. അപ്പം ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചെന്നല്ല, ഓൾറെഡി പ്ലാൻ ഇട്ടതാണ് വ്ളോഗ് എടുക്കണം എന്ന്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഹായ്, ഹലോ. അങ്ങനെ വിസ്മയ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയണം, കൊച്ചിയിൽ പോകുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവിടുന്ന് എങ്ങോട്ടാ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതിപ്പോൾ പറയില്ല, നമ്മളോട് എത്തേണ്ടത് ആണോ? അപ്പോ എങ്ങനെ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാല്ലേ. ഞങ്ങളൊരു ബിഗ് സർപ്രൈസ് പറയണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവൾ പറയും. അവിടെ എത്തിയിട്ട് ബ്ലോഗിൽ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതൊക്കെ പറയാം. ഓക്കെ, സോ ഞങ്ങൾ ഇറങ്ങി. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഓക്കെ അല്ലേ? ബൈ. ആസ് യൂഷ്വൽ സുരേഷ്. ഓക്കെ, ബൈ. സീൻ. അപ്പോൾ ട്രാവലിങ്ങിലാണ്, കാറിലാണ് കേട്ടോ. അത് രാത്രിയാണ്, വൺ ടൈമിങ് ആയതുകൊണ്ടാണ്. ബൈ. ഹലോ, ഗുഡ് മോർണിംഗ് ടു എവ്രിബഡി. അങ്ങനെ ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഞങ്ങൾ അതെ, നേരെ ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകണം. ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ട്. നല്ല ക്ലൈമറ്റ് കുഴപ്പമില്ല. സോ
അപ്പോൾ ഞങ്ങൾ പഴംപൊരി കഴിക്കട്ടോ. ഞാനുണ്ട്, മഞ്ജു ചേച്ചിയുണ്ട്. ഹായ്. അപ്പോൾ വിസ്മയ അവിടെ വെളിയിലാണ്. ഞങ്ങളിപ്പോൾ ചായ ഇന്ന് കുടിക്കാൻ നേരെ ഇപ്പം 3:15 വിശന്നിട്ട് ചെയ്യാം. അപ്പോൾ പഴംപൊരിച്ചതും 2 പഴംപൊരിക്ക് 160 രൂപ കേട്ടോ. ഒരു പഴംപൊരി 80 രൂപ. എൻ്റെ ചായ പറഞ്ഞിട്ടുണ്ട്, നല്ല വിശപ്പും ദാഹവും. അപ്പം ഞങ്ങളുടെ മഞ്ജു ആൻറ്റി ഇവിടെ ഉണ്ട്. മഞ്ജു ആൻറ്റി ഹായ് പറയും. മഞ്ജു ആൻറ്റി ഉണ്ട് ഞങ്ങളുടെ കൂടെ ട്രിപ്പിന്. വേറൊരു ആൻറ്റിയും കൂടെ ഉണ്ട്, വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഒരു ആൻറ്റിയും കൂടെ ഉണ്ട്. ആ ആൻറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ. കുറച്ച് റഷായിരുന്നു. ലഗേജിൻ്റെ ഇവിടെ തന്നെ ഞങ്ങൾ കുറച്ചൊരു ½ സ്പെൻഡ് ചെയ്തു. ലഗേജിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല, ജസ്റ്റ് ഒരു 1 kg ഒന്ന് പറഞ്ഞ പോലെ ലഗേജിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഓവർ എക്സസ് ലഗേജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഏകദേശം ശരിയായി. അപ്പോൾ 5:30 ഫ്ലൈറ്റ്. ഞങ്ങൾ 4:45 ബോർഡിംഗ് പാസ് പോകും. 4:45. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകണം. വിശന്നിട്ട് ചെയ്യാം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാത്രി. യെസ്. അപ്പോൾ മഞ്ജു ആൻറ്റി അവിടെ ഇരിക്കുന്നുണ്ട്. വേറൊരു ആൻറ്റി, വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞ ആൻറ്റി അവിടെ ഉണ്ട്. ആൻറ്റീനെ കാണിച്ചു തരാം. അപ്പം ആൻറ്റി ഒന്ന് ജസ്റ്റ് വാഷ്റൂം പോയിക്കാണ്. സോ യാ കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് കോർട്ടിൽ വന്നിരിക്കേണ്ട ഫുഡ് കഴിക്കാൻ ഞാനും മഞ്ജു ചേച്ചിയും കൂടിയിട്ട് ഞാനും മഞ്ജു ചേച്ചി ഫുഡ് കോർട്ട് വന്നിരിക്കുകയാണ്. Etsy.com. ഇഡ്ഡലി പറഞ്ഞിട്ടും ഓരോ കോഫിയും പറഞ്ഞിട്ട് ഞാനത് കഴിക്കട്ടെ. വിസ്മയ താഴെയാണ്, അവളെന്തോ സാൻഡ്വിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവളവിടെ താഴെ ഇരിക്കുക. അപ്പോൾ ബോർഡിങ് തുടങ്ങും. ഇപ്പോൾ ഏകദേശം സമയമായിട്ടിട്ട് അപ്പം കഴിച്ചിട്ട് കയറുവാണ്. എല്ലാവരും സോ നല്ല മഴയുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൽ കയറി. നല്ല മഴയുണ്ട് കൊച്ചിയിൽ. ഫ്ലൈറ്റ് എടുക്കാറായി ഓൾമോസ്റ്റ്. ഇനി സ്ട്രേറ്റ് ടു ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നമ്മൾ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. അതായത് കൊച്ചി ടു ഡൽഹിയിലോട്ടാണ് പോകണം കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. ഡൽഹി എയർപോർട്ട് എത്തി. അതെ, ഡൽഹി എയർപോർട്ട് എത്തി. എവിടെ? ഓക്കെ. വാഷ്റൂമിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോട്ടാ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോകണം. ഫ്ലൈറ്റ് ഇത് ബോഡി പാസ് കിട്ടുന്നവർക്ക് പോകണം. നമ്മളിപ്പം ടെർമിനൽ 3ക്ക് വേണ്ടി പോകാൻ ഡൽഹി എയർപോർട്ടിൽ നിന്ന്. ഇപ്പം 3ലോട്ട് പോവാം ബസ്സിൽ. അമ്മയുടെ പിന്നാലുണ്ട്, മഞ്ജു ആൻറ്റി ഇവിടെ ഉണ്ട്, ആൻറ്റി ഇവിടെ, വിഷ്ണുപ്രിയ ആൻറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ വന്നത് ബർസാനയ്ക്ക് പോകുമ്പോഴാണ് ഞാൻ ഡൽഹി എയർപോർട്ടിൽ വന്നത്.
ഞങ്ങളിപ്പോൾ ഇനി സ്ട്രെയിറ്റ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി എയർപോർട്ടിലാണ്. ഇപ്പോൾ ടെർമിനൽ 3ലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങളിനി പോകുന്നത് ഇങ്ങനെ പറയുമോ, ഞങ്ങളിനി സ്ട്രെയിറ്റ് നേപ്പാളിലോട്ടാണ് പോകുന്നത്, കാഠ്മണ്ഡു. എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് ഫ്ലൈറ്റ്. സോ ഇവിടുന്ന് കുറച്ച് നമുക്ക് ഡിലേ ഉണ്ടായിരുന്നു. ബാഗേജിൻ്റെ പ്രശ്നമില്ല, കുറച്ച് എന്താണ് ടിക്കറ്റിൻ്റെ ബോർഡിംഗ് പാസ് കിട്ടുന്നതിൻ്റെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇത് എയർ ഇന്ത്യയാണ് ഗൈസ്. ഞങ്ങൾ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഇതാ ഫ്ലൈറ്റ്, ഐ തിങ്ക് സോ 520. Guys, we are entering. അങ്ങനെ ഞങ്ങൾ നേപ്പാൾ ലാൻഡ് ചെയ്യാൻ പോകാറായി. ഏകദേശം അടുത്തെത്തി. ഫ്ലൈറ്റിനുള്ളിലോട്ടോ എല്ലാവരും ഇറങ്ങി. ബൈ ബൈ. അയ്യോ, ഫ്ലൈറ്റ് ഇറങ്ങി. ഭയങ്കര പണിയാണ് കിട്ടിയിരിക്കുന്നത്, 8ൻ്റെ പണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും മഞ്ജുവിൻ്റെ ബാഗ് മിസ്സിങ് ആണ്. കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ബാഗ് കൊടുത്ത് കറക്റ്റായിട്ട് എല്ലാം കൊടുത്തതാണ്. ഞങ്ങളുടെ ബാഗ് ഇപ്പോൾ എൻ്റെയും മഞ്ജുവിൻ്റെ ബാഗ് മിസ്സിങ് ആയി. ബാക്കിയുള്ളവരുടെ ബാഗൊക്കെ കിട്ടി. അമ്മയുടെയും ആൻറ്റിയുടെയും വിഷ്ണുപ്രിയ ആൻറ്റിയുടെ ഒക്കെ ബാഗ് കിട്ടി. എൻ്റെയും മഞ്ജുവിൻ്റെ ഒരു ബാഗ് മിസ്സായിട്ടുണ്ട്. സോ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കിട്ടുമോ കിട്ടാതിരിക്കുമോ ഒന്നും അറിയില്ല. എല്ലാം അപ് ടു ഗോഡ്. എടുത്തത് എല്ലാവരും എടുത്തോ. हर हर महादेव. मुझे एक को चाहिए ना. യെസ്, ഞങ്ങളിപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പോവാണ്. ഒരു മിനിറ്റ് അമ്മ. നീ ഇറങ്ങിക്കോ. ബാക്ക് ബാക്ക് ബാക്ക്. ഞങ്ങളിവിടെ എത്തിയിട്ടോ. എന്ത് രസമാണ് കാണാൻ. ഇതാണ് ഞങ്ങളുടെ റെസ്റ്റ് റൂം. നമ്മുടെ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളിപ്പോൾ റൂമിലെത്തി. ജസ്റ്റ് ഫ്രഷപ്പായി എല്ലാം. ഞങ്ങളൊന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലഗേജ് കിട്ടണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണ് പരിപാടി? എയർ ഇന്ത്യക്കാർ കാണിച്ചാണോ എങ്ങനെ ഒന്നറിയില്ല. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ലഗേജ് കാഠ്മണ്ഡുവിൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എത്തും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചി ടു ഡൽഹി കയറി. ഡൽഹി ടു കാഠ്മണ്ഡു എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഗേജ് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ലഗേജ് എല്ലാം അവർ ബെൽറ്റിൻ്റെ അവിടെ നിരത്തി വെച്ചിരിക്കുക. അവിടെ കുറേ പേര് ലഗേജ് അങ്ങനെ താഴെ വെച്ചിരിക്കുക.
അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലഗേജ് കിട്ടിയത് 2 ബാഗ് മിസ്സിംഗ് ആണ്. എൻ്റെ ഒരു ബാഗും അതായത് എൻ്റെ വലിയ ബാഗും മഞ്ജു ആൻറ്റിയുടെ ഒരു ട്രക്കിംഗ് ബാഗും കൂടി മിസ്സിംഗ് ആണ്. സോ ഇതവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഡൽഹി സ്റ്റേഷനിൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവുന്നുണ്ട്, നാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലക്കിയാണ്, ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആണ് ഇങ്ങനെ ലഗേജ് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയാൻ കിട്ടുന്നതാണ്. സോ ഹോപ്പ്ഫുള്ളി വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. യാ, അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടോ ഇങ്ങനെ ലഗേജൊക്കെ മിസ്സാവണത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം. ശരിക്കും ഇതൊക്കെ അനുഭവം വരുമ്പോഴാണ് ഇതൊക്കെ നമുക്കിതിനെക്കുറിച്ച് അറിയണത് കേട്ടോ. ലഗേജ് ശരിക്കും ആ ഒരു കംപ്ലീറ്റ് പോയി. എൻ്റെയും ഹാൻഡ് ലഗേജും എൻ്റെയും കിട്ടി, പിന്നെ അവളുടെ ഒരു ഹാൻഡ് ലഗേജ് മാത്രം കിട്ടി. അവളുടെ മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ടാബ്ലറ്റ്സ്, നമ്മുടെ ട്രക്കിംഗ് ഷൂ, അത് ഇതും കംപ്ലീറ്റ് അവളുടെ ഒരു സെറ്റായിട്ട് അവളുടെ ഒരു ഇതിലാക്കി. ആ സെറ്റ് കംപ്ലീറ്റ് മിസ്സിങ് ആണ്. കുറച്ച് ഡ്രസ്സ് എന്തോ ഹാൻഡ് ലഗേജിൽ വെച്ചതുകൊണ്ട് അവൾക്കിപ്പോൾ അതും നമ്മുടെ ഹോംലി ഡ്രസ്സും പിന്നെ കുറച്ച് 2-3 തെർമൽ വെയറും അതും മാത്രമേ ഉള്ളൂ. പക്ഷെ മെയിനായിട്ട് സംഗതിയൊക്കെ അതിലായിരുന്നു. എങ്ങനെ ഇത് എവിടെയാണ് പിഴ വന്നതെന്ന് ഒരിക്കലും നമുക്ക് അറിയുന്നില്ല. എയർ ഇന്ത്യക്കാർ എന്താണ് ഇങ്ങനെ ചെയ്ത്, അതോ എയർ ഇന്ത്യ എക്സ്പ്രസ് കൊച്ചിയിൽ നിന്ന് കയറ്റി വിടാണ്ടിരുന്നോ, ഡൽഹിയിൽ നിന്നാണ് ഡൽഹി സെക്ടറിൽ നിന്ന് നമ്മൾ എയർ ഇന്ത്യയിൽ കാഠ്മണ്ഡുവിലേക്ക് വന്ന ആ സെക്ടറിൽ എന്തെങ്കിലും പിഴവ് പറ്റിയോ എന്നൊന്നും നമുക്കറിയില്ല. കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താ റിപ്പോർട്ട് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. കിട്ടിയാൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. എത്രത്തോളം ഡിലേ ആവുമെന്നൊന്നും അറിയില്ല. കാരണം നമുക്ക് ഇനി ഇവിടെ ഞങ്ങളുടെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് നമുക്ക്. അപ്പോൾ ശരിക്കും വല്ലാത്തൊരു മിസ്സിങ് ആണ് ശരിക്കും. അത് നമുക്ക് മെയിനായി പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. മാക്സിമം അതിൽ ഒന്നുമില്ല. അതിൽ നമുക്ക് അതിൽ ഡ്രസ്സ് തന്നെ ഉള്ളൂ, നമ്മുടെ മെയിൻ മെഡിസിൻസ്, കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചു എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. അതിലെന്തെങ്കിലും ഇനി അവർക്ക് അതിൽ പെട്രോൾ ചെക്കിങ് സമയത്ത് എന്തെങ്കിലും അതിലെന്താ മാക്സിമം അതിൽ ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ശ്രദ്ധിക്കപ്പോൾ ഫ്ലൈറ്റ്സൊക്കെ എന്തോ ഉണ്ടോ ഇങ്ങനെ ആവണമെന്നൊന്നും അറിയില്ല എയർ ഇന്ത്യ. അപ്പോൾ ഓക്കെ, വെയിറ്റ് ആൻഡ് സി. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വരുന്നത് നമുക്ക് പറയാം. ഞാനത് അപ്ഡേറ്റ് ചെയ്യാം എന്താ കാര്യം നടക്കണം എന്നൊക്കെ. സോ അപ്പോൾ നമ്മൾ റൂമിലാണ്. നല്ല റൂമൊക്കെ തന്നെയാണ്, നല്ല ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കാഠ്മണ്ഡുവിൽ. ഞങ്ങളൊന്ന് താഴെ ഒന്ന് വെറുതെ നോക്കിയിട്ട് വരട്ടെ ഞാൻ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. രാത്രി ഫുഡ് കഴിക്കണം, പിന്നെ ഒന്നിത്തിരി കിടക്കണം. നാളെ കുറച്ച് ഇവിടെ മെയിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി ഡിന്നറൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ എന്താണ് ഒരു പാസ്ത പറഞ്ഞതിൻ്റെ പേരെന്താ മറന്നുപോയി. ഗാർലിക് ബ്രെഡും ഉണ്ട്. അമ്മ മോമോസ് പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ കേശവും കണുണ്ട്. നല്ല ഫുഡ് കേട്ടോ. നല്ല ഫുഡും മോമോസ് വെജ്. ഇവിടുത്തെ ഫുഡിന് പ്രൈസ് വന്നത് 1400 സംതിങ് കറൻസി, ഐ മീൻ നേപ്പാളി കറൻസിയാണ് തോന്നുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞത് 900 റുപ്പീസ് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. ബില്ല് ചെയ്യണം. യാ, കഴിച്ചിട്ട് വരാം ഗൈസ്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ എന്തൊക്കെ എടുത്തത് കാണിച്ചു തരാം. മിക്സഡ് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ കൊക്കമ്പർ, പിന്നെ കോക്കനട്ടിൻ്റെ എന്തോ സംഭവമുണ്ട്, പിന്നെ ചിപ്സ്, പൊട്ടാറ്റോ ചിപ്സിൻ്റെ, ക്യാരറ്റ് ഉണ്ട്, കുറച്ച് റൈസ് ഉണ്ട്.